Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ സ്മാർട്ട് മെർജ് എന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3D സീനുകളിലേക്ക് എക്സ്റ്റേണൽ സോഴ്സുകളിൽ നിന്നുള്ള 3D മോഡൽസിനെ ഇമ്പോർട്ട് ചെയ്യുന്നതും മെർജ് ചെയ്യുന്നതുമായ പ്രോസസ് ഈസി ആക്കുന്നതിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ആണിത്. 3D Sky തുടങ്ങിയ സൈറ്റുകളിൽ നിന്നും 3D മോഡൽസിനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആർക്കൈവ്സ് ആയിട്ടാണ് ആ മോഡൽസ് ഡൗൺലോഡായി ലഭിക്കുന്നത്. ഇതുപോലെ ലഭിക്കുന്ന ആർക്കൈവ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുവാനും അതിനുശേഷം ഇമ്പോർട്ട് ചെയ്യുന്നതിനുമായി ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ 3D ഫയൽസിനെയോ ആർക്കൈവ്സിനെയോ സെലക്ട് ചെയ്ത് വളരെ സിമ്പിളായി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് സീനുകളിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. സ്മാർട്ട് മെർജ് എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമുക്കിതിന്റെ വിൻഡോ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു വിൻഡോയിലേക്ക് ഡിഫറെന്റ് സോഴ്സുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത 3D ഫയൽസിനെയോ ആർക്കൈവ് ഫോൾഡേഴ്സിനെയോ ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡൗൺലോഡഡ് ആയ ആർക്കൈവ് ഫോൾഡേഴ്സ് കാണാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ഒരു ആർക്കൈവ് ഫോൾഡേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാതെ സ്മാർട്ട് മെർജിന്റെ ഈ ഒരു വിൻഡോയിലേക്ക് ഡ്രാഗ് ചെയ്ത് ഇതുപോലെ ഡ്രോപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഇത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത ഉടനെ എല്ലാ ആർക്കൈവ്സും ഇതിലേക്ക് ആഡ് ആയിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്നും നമ്മുടെ 3D സീനുകളിലേക്ക് ഫയൽസിനെ ഇമ്പോർട്ട് ചെയ്യുന്നതിനായി നമുക്ക് ആവശ്യമുള്ള 3D മോഡലുകളെ സെലക്ട് ചെയ്ത് മെർജ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെർജ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെറ്റ് മോഡൽ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു ആർക്കൈവ് ലിസ്റ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള മോഡൽസിനെ ഇതുപോലെ സെലക്ട് ചെയ്ത് മെർജ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ ഈ ഒരു വിൻഡോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മെർജ് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് സീനുകളിലേക്ക് മെർജ് ചെയ്യാവുന്നതുമാണ്. ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മെർജ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. വളരെ ക്വിക്കായി ഈ മോഡൽസ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടായി ലഭിച്ചിരിക്കുകയാണ്. മെർജ് ചെയ്തതിന് ശേഷം മോഡൽസിനെ ഇതുപോലെ സെലക്ട് ചെയ്ത് നമ്മുടെ സീനിൽ ആവശ്യമുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ബാച്ച് മെർജ് എന്ന ഈ ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. ആവശ്യമുള്ള എല്ലാ മോഡൽസിനെയും സെലക്ട് ചെയ്ത് മെർജ് എന്ന ഈ ഒരു ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ മോഡൽസിനെയും വളരെ ക്വിക്കായി നമ്മുടെ 3D സീനുകളിലേക്ക് മെർജ് ചെയ്യാവുന്നതാണ്. ഇവിടെ മെർജ് എന്ന ഈ ഒരു ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഒരു സ്മാർട്ട് മെർജ് എന്ന ടൂൾ യൂസ് ചെയ്തുകൊണ്ട് മെർജ് ചെയ്ത എല്ലാ 3D മോഡൽസും നമുക്കിവിടെ മെർജായി ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മെർജ് ചെയ്ത മോഡൽസിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആർക്കൈവ്സിനെയോ 3D ഫയൽസിനെയോ ഈ ഒരു വിൻഡോയിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് അതിനുശേഷം ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് വളരെ ഈസിയായി സീനിലേക്ക് ഇതുപോലെ മെർജ് ചെയ്യാവുന്നതാണ്. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ സെലക്ട് ചെയ്ത മോഡൽസ് 3D സീനിലേക്ക് മെർജ് ആയി ലഭിക്കുന്നതാണ്. മെർജിന് ശേഷം ഈ ഒരു ലിസ്റ്റ് ഇവിടെ എംപ്റ്റി ആയി മാറുന്നതാണ്. ഇതുപോലെ നമ്മൾ മെർജ് ചെയ്ത മോഡൽസിനെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സീനിലേക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. സ്മാർട്ട് മെർജിൽ ഹിസ്റ്ററി എന്ന ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. നമ്മൾ ഈ സ്മാർട്ട് മെർജിൽ പ്രീവിയസ്ലി മെർജ് ചെയ്ത മോഡൽസിനെ ആക്സസ് ചെയ്യാനും സീനിലേക്ക് മെർജ് ചെയ്യാവുന്നതുമാണ്. ഇതിൽ ഓട്ടോ മെർജ് എന്ന ഈ ഒരു മോഡ് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു ആർക്കൈവ് ഫോൾഡറോ ഒരു 3D ഫയലോ ഈ ഒരു വിൻഡോയിൽ ആഡ് ചെയ്താൽ ഈ ഒരു വിൻഡോയിലേക്ക് ഡ്രാഗ് ചെയ്ത ഉടനെ നമുക്ക് ഇതുപോലെ സെയിം ടൈം ടെക്സ്റ്റോട് കൂടി ഇവിടെ മെർജായി ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ ആഡ് ചെയ്ത ലിസ്റ്റിൽ നിന്നും നമുക്ക് ആവശ്യമില്ലാത്ത മോഡൽസിനെ ഇതുപോലെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുവാനും സാധിക്കുന്നതാണ്. ഈ ഒരു സ്മാർട്ട് മെർജ് എന്ന ടൂൾ യൂസ് ചെയ്യുന്നതിലൂടെ 3D മോഡൽസിനെ മെർജ് ചെയ്യുന്നത് വളരെ ക്വിക്കാക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ 3D വർക്ക് ഫ്ലോ ഫാസ്റ്റ് ആക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു പെയ്ഡ് സ്ക്രിപ്റ്റ് ആണ്. ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. കൂടാതെ ഇതിന്റെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് HMediaയുടെ വാട്സ്ആപ്പ് ചാനലിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. HMediaയുടെ ക്രിയേറ്റീവ് ജേർണിയുടെ ഭാഗമാകുന്നതിനും പ്രീമിയം റിസോഴ്സസ് ഫ്രീ ആയി ആക്സസ് ചെയ്യുന്നതിനുമായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഈ ഒരു MCP ഫയൽ 3D വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നതിലൂടെ ആ ഒരു ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അതിനുശേഷം ഇതിനൊരു ബട്ടണായി ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ടൂൾ ബാർസിൽ കാറ്റഗറിയിൽ D95 ഡിസൈൻ എന്ന ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത്
സ്മാർട്ട് മെർജ് എന്ന ഈ ഒരു ടൂൾ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതിനൊരു ബട്ടണായി ആഡ് ചെയ്യുന്നതിനായി ന്യൂ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു സ്ക്രിപ്റ്റിനെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്ത് ഇനി നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. മാനുവലായി ഓരോ മോഡൽസിനെ മെർജ് ചെയ്യുന്നതിന് പകരം സ്മാർട്ട് മെർജിലേക്ക് മോഡൽസിനെ ആഡ് ചെയ്ത് ക്വിക്കായി മോഡൽസിനെ മെർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.